പിന്നെ 85 റുപ്യ. 85 റുപ്യ. ചെറിയ പൈസക്ക് ഒരു ഓൾട്ടോ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. 50 രൂപ അല്ലേ? പുതിയ ഇൻഷൂർ, ടാക്സ്, റിന്യൂവൽ എല്ലാം കഴിഞ്ഞ വണ്ടി. എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് 50 രൂപ. 55 റുപ്യ. 55 റുപ്യ. AC ഉള്ള വണ്ടിയാണ്. MPFI ആണ്. 65 കൊടുക്കാം. 65 റുപ്യക്ക് നല്ല ഗഡ്സ്. 210. 210. ചെറിയൊരു പൈസക്ക് നല്ലൊരു ഡീസൽ വണ്ടി ഡൈലീഷന് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. 18 വരെ മൈലേജും കിട്ടൂല. അപ്പൊ അത്യാവശ്യം അൾട്രോൺ ചെയ്തിട്ടുണ്ട്. ഒരു ഉറുപ്പ്യ കിട്ടിയാൽ കൊടുക്കാം. അപ്പം നമുക്ക് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, എല്ലാം പക്കായിട്ട് വർക്ക് ചെയ്യണ വണ്ടി. 45,000 കിലോമീറ്റർ, അതും സിംഗിൾ ഓണർ വണ്ടി. പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം പക്ക. ഡീസൽ വണ്ടി, ഒറിജിനൽ കേരള, അത് പ്ലാറ്റിനം ടൈപ്പ് വണ്ടി. ഒന്നും നോക്കാനല്ല, എല്ലാം പക്ക. നേരെ ഡീസൽ അടിച്ചു ഓടിയാൽ മതി. സ്പെഷ്യൽ ഓഫറിൽ ഈ 3 വണ്ടിയും നമ്മൾ 1.55 ചോദിക്കണത്. 3 വണ്ടിക്ക് 1.55. ഓക്കെ. അപ്പൊ അതാണ് 3 വണ്ടികളുടെ സ്പെഷ്യൽ ഓഫർ ആണ്. 800 അല്ലേ? ഇത് ഏതായിരുന്നു? മോഡല് MPFI ആണ് വരല്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. അത് നല്ല ഓഫർ വിലയിൽ, ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ നല്ല ഫാമിലി കാർസ് നോക്കുന്നവർക്ക് നമുക്ക് എന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യാർഡാണ് നമ്മളെ ബഷീർ ഖാന്റെ സ്വന്തം ബിസ്മി യൂസ് കാർസ്. അപ്പോൾ ബഷീർ ഖാൻ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല കളക്ഷൻസ്, സ്വിഫ്റ്റുകൾ വന്നിട്ടുണ്ട്, അതേപോലെ ഒമ്നി, അങ്ങനെ മൈലേജ് ഉള്ള വാഹനങ്ങൾ, 800കള്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫാമിലി കാർസ് ഇല്ല. നമുക്ക് ഏകദേശം എത്ര രൂപ മുതലാണ് ബഷീർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? 40 റുപ്യ മുതൽ മാരുതികള് ഒരു 5 ലക്ഷം റുപ്യ വരെയുള്ള. ഇക്കുറി നമുക്ക് ഒരു വെറൈറ്റി ഉണ്ടല്ലോ, ഫുള്ള് ബ്ലാക്ക് വണ്ടികളാണ്. അതായത് ബ്ലാക്ക് ആണ് ഇപ്പൊ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറെ അല്ലേ? അപ്പൊ ഒരു ബ്ലാക്കിന്റെ ഒരു 5-6 വണ്ടികൾ, നമുക്ക് 6 വണ്ടികൾ, 7 വണ്ടി. വാഗ്നർ 2 വരുന്നുണ്ട്, അംബാസഡർ തവണ, പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക്. അതേപോലെ ഫോർഡിന്റെ ഫിയസ്റ്റ നല്ല മൈലേജ് ഇട്ട് വേണം. അതേപോലെ ഒരു 7 സീറ്റർ നമുക്ക് ഒരു ബൊലേറോ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റും വരുന്നുണ്ട് അല്ലേ? അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര വണ്ടികളുണ്ട് ബഷീർക്കാം? 40 വണ്ടികളുണ്ടോ? 40 വണ്ടികളുണ്ട് അല്ലേ? നമ്മൾ ഈ ബിസ്മിക്ക് എങ്ങനെ നമുക്ക് കറക്റ്റ് എത്തിച്ചേരാം? ഇത് മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിന്റെ താനൂരിന്റെ നടുവില ഓലപ്പീടിക. ഇപ്പൊ ഈ വരുന്നത് നമ്മൾ തീരദേശ ഹൈവേ ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ തിരൂർ ഭാഗം, അതേപോലെ ഇത് നമുക്ക് പരപ്പനങ്ങാടി. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ, നമുക്ക് ട്രെയിനിന് വരുന്നവർക്കാണെങ്കിൽ പരപ്പനങ്ങാടി സൗകര്യം. ഇനി തിരൂര് വരികയാണെങ്കിലും തിരൂരിനും വരാന് നമുക്ക് സൗകര്യമാണ്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം വിലക്കുറവ് 40,000 രൂപ മുതലാണ് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് നമുക്കൊരു സ്വിഫ്റ്റ്, അത് നല്ല ഫാൻസി നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ ഡീസൽ അല്ല ബഷീർക്ക് അത് വരുന്നത്? വീഡിയോ നമുക്കൊരു മൈലേജ് ഒരു 18-20 എന്തായാലും പ്രതീക്ഷിച്ചു. 2010 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു. കിലോമീറ്റർ 140. ഓക്കെ. ടയറൊക്കെ നല്ല പക്കയാണ് അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. നല്ല LCD ഒക്കെ ഉണ്ട്. LCD സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, പിന്നെ റിയറിലും അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു 2010 വണ്ടി. നല്ല ബോഡി വെയിറ്റ് ഉണ്ടാവും, 18 മൈലേജ് കിട്ടും. അതേപോലെ സ്പോയിലർ കാര്യങ്ങൾ, അത്യാവശ്യം ടയർ എല്ലാം വരുന്നുണ്ട്. എത്ര ബഷീർക്ക് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 210. ചെറിയൊരു പൈസക്ക് നല്ലൊരു ഡീസൽ വണ്ടി ഡൈലീഷന് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. പിന്നെ നമുക്ക് ചെറുതായിട്ട് സേർട്ടൊക്കെ നോക്കണവർക്കും അടുത്തുള്ളവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ സൗകര്യങ്ങൾ ചെയ്തു അത്യാവശ്യക്കാർക്ക് ഇല്ല. അടുത്തൊരു 7 സീറ്റർ വണ്ടി, അത്യാവശ്യം അൾട്രൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് നല്ല വൃത്തിയിൽ RTO പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മോഡലിൽ ചെയ്തിട്ടുള്ള ബ്ലാക്കിൽ ഒരു 7 സീറ്റർ ബൊലേറോ, അതും കാലിക്കറ്റ് രജിസ്ട്രേഷൻ, DI എഞ്ചിന്, നല്ല 18 വരെ മൈലേജും കിട്ടൂല. അപ്പൊ അത്യാവശ്യം അൾട്രോൺ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് ആൾട്ടർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം, നല്ല കിടു വണ്ടി. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക് മോഡല് കാര്യങ്ങളൊക്കെ? 2010 മോഡല്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? 4 ആള് അല്ലേ? പക്ഷെ വണ്ടി നല്ല മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. പിന്നെ വണ്ടി നല്ല വൃത്തിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എഞ്ചിനാണ്. അത്യാവശ്യം നമുക്ക് ടയറും കാര്യങ്ങളും എല്ലാം നമുക്ക് സ്റ്റെപ്പിനൊക്കെ അത്യാവശ്യം കട്ടുണ്ട്. നമുക്ക് ഒന്നും നോക്കണ്ട അല്ല വണ്ടി. വില ചോദിച്ചത് 3.25 അപ്പൊ നമുക്കൊരു ഓഫർ പ്രൈസിൽ 3 ലക്ഷം കിട്ടിയാൽ കൊടുക്കാം. 3 ലക്ഷം 25 റുപ്യ നമ്മൾ നേരെ കുറച്ചിട്ടുണ്ട്. ഒറ്റ സ്പെഷ്യൽ റേറ്റ് ആണ്. അപ്പൊ 3 റുപ്യക്ക് നമുക്ക് ഇതാക്കണം. DI എഞ്ചിന് നല്ല മൈലേജ് കിട്ടുന്ന 2010 ബൊലേറോ അല്ല. അടുത്ത നമ്മൾ മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഫോർഡിന്റെ ഫിയസ്റ്റ 2006 മോഡല്. പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ബഷീർക്ക്? 26 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത് ഡീസൽ വണ്ടിയാണ്. സോ നല്ല മൈലേജും നല്ല ബോഡി പെർഫോമൻസും നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ല ബഷീർക്ക?
ഒന്നുമില്ല, ആരും ഡീസൽ അടിച്ച് ഓടിയാൽ മതി. Yes. എത്ര നമ്മൾ ഇതിന് ചോദിക്കണേ? ഒരു ഉറുപ്പ് കിട്ടിയാൽ കൊടുക്കാം. ചെറിയ പൈസക്ക് വലിയൊരു വണ്ടി ഡീസൽ വണ്ടിയാണ്. നല്ല ഫെസിലിറ്റീസും നല്ല മൈലേജും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അടുത്താണ് നമ്മളെ ഒരു പഴയ കാലം നമ്മളെ രാജാവ് അതും അത്യാവശ്യം അൾട്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇസൂസിന്റെ എഞ്ചിന്. അപ്പൊ ഒന്നുകൂടി ഡിമാൻഡ് കൂടുന്ന അത്യാവശ്യം മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഉണ്ട്, എല്ലാം പവർ ബ്രേക്ക് ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ഒക്കെ നല്ല ആൾട്ടർ ചെയ്താണ്. 50,000 ഡാഷ്ബോർഡിന്റെ ഫോർഡിന്റെ ഡാഷ്ബോർഡ്. അപ്പൊ ഒക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, എല്ലാം പക്കായിട്ട് വർക്ക് ചെയ്യണ വണ്ടിയില്ല. നമുക്ക് അതും നല്ല വൃത്തിയുണ്ട്. അതേപോലെ തന്നെ എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കാണ്. അല്ല ജപ്പാൻ എഞ്ചിന് പുതിയ റേഡിയേറ്റർ ഒക്കെ മാറ്റിപ്പോ ഒന്നും ചെയ്യാനില്ല, ഒന്നുമില്ല, നേരെ ഡീസൽ അടിച്ച് ഓടിയാൽ മതി. എത്ര നമ്മൾ ഇതിന് ചോദിക്കണേ? ഇത് 2.5 ചോദിക്കണത്. ഇപ്പൊ സ്പെഷ്യൽ ഡിസ്കൗണ്ടില് 2 ലക്ഷം റുപ്യ കൊടുക്കണം. 25 റുപ്യ നമ്മൾ ഇതിന് കുറവ് സ്പെഷ്യൽ റേറ്റ് ആയിട്ടില്ല. നല്ല പൊളി വണ്ടിയാണ്, ഇസുസുവിന്റെ എഞ്ചിനാണ്. താല്പര്യമുള്ളവർ വേഗം നോക്കിക്കോളി. അടുത്താണ് 2 വാഗണറുകൾ. ഇതെങ്ങനെയായിരുന്നു? 2010 VXI അന്നത്തെ ടോപ്പിന്റെ വണ്ടി. ഇതെങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? നല്ല അലൈസ് ഒക്കെ ഉണ്ട്, റീപ്ലേസ് ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. ലെതർ സീറ്റും AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മിറേഴ്സ്, റിയറിൽ വൈപ്പർ, അതേപോലെ തന്നെ സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്, റിവേഴ്സ് ക്യാമറ, അങ്ങനെ അഡീഷണൽ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ബഷീർക്ക് നമ്മൾ ഇത് ചോദിച്ചത്? 1.80 അല്ലേ? ഇതിന് നമുക്ക് ലോണ് ഈ പറഞ്ഞ പോലെ ഒന്നൊക്കെ ചെയ്തു കിട്ടും. നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം മൈലേജും കിട്ടും, പിന്നെ അത്യാവശ്യം എക്സ്ട്രാ ഫിനാൻസ് എല്ലാം വന്നിട്ടുള്ളത്. VXI അന്നത്തെ ഫുൾ ലോഡ് വണ്ടി. അടുത്ത വീണ്ടും അതിന്റെ തൊട്ട് മുമ്പത്തെ മോഡൽ 2007 സിംഗിൾ ഓണർ വണ്ടി. 2007 മുതൽ ഇതുവരെ ഒരാൾ യൂസ് ചെയ്യാറുണ്ട്. 45,000 ഓടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ അത്യാവശ്യം നല്ല വണ്ടിയാണ്. നമുക്ക് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണ്. സിംഗിൾ യൂസിംഗ് ഉള്ള LXI വണ്ടി, AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ഫാമിലിക്ക് നല്ലൊരു വണ്ടി അല്ലേ? അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടൂല. നമുക്ക് എങ്ങനെ ബഷീർക്ക് നമ്മളെ ചോദ്യം? 1.20. അത് ഏറ്റവും വലിയ അട്രാക്ഷൻ 45,000 കിലോമീറ്റർ, അതും സിംഗിൾ ഓണർ വണ്ടി. പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം പക്ക. അടുത്തതാണ് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അതും കുറഞ്ഞ മെയിൻ്റെനൻസും നല്ലൊരു ഫാമിലി കാറാണ് നിസാന്റെ സബ്രാന്റെ ഡാറ്റ്സന്റെ ഗോ അല്ലെ? 2016 മോഡലാണ്. ഇതെങ്ങനെയായിരുന്നു? 1.60 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1.20 800 cc ആണ്. ഒരു 17-18 മൈലേജും കിട്ടും. അത്യാവശ്യം നല്ല സ്പേസും ആണ്. നമുക്ക് പിന്നെ മറ്റ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യിക്കാനുള്ള നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 1.60. എത്ര റുപ്യ മത്സരിക്കുക? നല്ല ഡ്രാഗൺ ഫുൾ ഓൺ വണ്ടിയാ. നമുക്ക് ഫുൾ ഓൺ വരെ കിട്ടും. 1.5 10 റുപ്യ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് നല്ലൊരു വണ്ടി. അടുത്തൊരു കിടക്കാച്ചി സാൻഡ്രോ വരുന്നുണ്ട്. കേരളം 1 രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു ബഷീർക്ക് അതിന്റെ ഡീറ്റെയിൽസ്? 2005 മോഡല്, 2006 രജിസ്ട്രേഷൻ, ഫുൾ ഓപ്ഷനാ. 4 വിൻഡോ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ലോഡ് വണ്ടി. ഇന്റീരിയർ എപ്പോഴും നല്ല കിഡില ഇന്റീരിയർ. എത്ര ബഷീർക്ക് നമ്മൾ ഇതിന് ചോദിക്കും? 85 റുപ്യ അല്ല? നല്ല ബോഡി വെയിറ്റും ഉണ്ട് അതിന്. അത്യാവശ്യം നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു നല്ല കിഡിലം വണ്ടി. അടുത്ത വീണ്ടും നമുക്കൊരു വൈറ്റിലൊരു വാഗ്നർ അല്ലേ? വെള്ള വാഗ്നർ ഇല്ല എന്ന് പറയുന്നത് 2016 വണ്ടി. ഒന്നുകൂടി മോഡൽ കൂടിയതാണ്. എറണാകുളം രജിസ്ട്രേഷന്, അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി. അതും നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ബഷീർക്ക് അതിന്റെ? 2.25 കിട്ടിയാൽ കൊടുക്കാം. 2.25 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 2.5 വരെ ലോണൊക്കെ കിട്ടും. 2.5 വരെ നമുക്ക് ലോണ് കിട്ടും. കിലോമീറ്റർ 65,000 ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ അഡീഷണൽ പിന്നെ സിസ്റ്റം കാര്യങ്ങൾ, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു വണ്ടി അല്ലേ? അടുത്താണ് നമുക്കൊരു കിഡില റിഡ്സ് വരുന്നുണ്ട്. ഡീസൽ അല്ല ബഷീർക്ക്? 2009 മോഡൽ, നല്ല ഫാൻസി നമ്പർ, തലശ്ശേരി രജിസ്ട്രേഷന്, അത്യാവശ്യം ടയർ, ഒരു കിഡിലൻ അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് എഞ്ചിന് മെക്കാനിക്കൽ പക്കല്ല ബഷീർക്ക്? ഒരു 18-20 മൈലേജും കിട്ടും. നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഒന്നുകൂടെ നമുക്ക് കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന നല്ലൊരു മാരുതി കാർ അല്ലേ? മാരുതിന്റെ റിഡ്സ്. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക്? 2.10. ഓട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 1.40. മെയിൻ സർവീസ് ഒക്കെ കഴിഞ്ഞല്ലേ? എല്ലാം കഴിഞ്ഞതാ. നേരെ ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി. ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ നമുക്ക് ലോണൊന്നും. അടുത്താണ് ഒരു ടയോട്ട എറ്റിയോസ്
എറണാകുളം പിന്നെ കാലിക്കറ്റ് രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പർ. അപ്പം ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. യെസ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് നമ്മളൊരു ഫാമിലിക്ക് എപ്പോഴും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ലിവ. കാരണം എന്താ വെച്ചാൽ നല്ല മൈലേജും കിട്ടും, ഒരു ബൈക്കിന്റെ സർവീസ് ചാർജിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എന്ന് തന്നെ പറയാം. എങ്ങനെ ബഷീർക്കത്തിന്റെ ഡീറ്റെയിൽസ്? ഇത് 2016 മോഡല്, ഒരു 95,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. നാലും പക്കയാണ് 5,400 ചോദിച്ചത്. ഇത് നമുക്ക് 26,000 കുറച്ചിട്ട് 5 രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽ. ലോൺ നമുക്ക് ഇത് എത്ര? 4 രൂപ ലോൺ, 4 രൂപ ലോണും കിട്ടും. ഡീസൽ വണ്ടി, ഒറിജിനൽ കേരള, അത് പ്ലാറ്റിനം ടൈപ്പ് വണ്ടി. ഒന്നും നോക്കാല്ല, എല്ലാം പക്ക, നേരെ ഡീസൽ അടിച്ച് ഓടിയാൽ മതി. അടുത്താണ് നമുക്ക് ഫ്ലൂയിഡിക് i20 13 മോഡല്. 13 മോഡല്, ഏറ്റവും അന്നത്തെ ഫുൾ ഓപ്ഷൻ, അന്നത്തെ ആസ്റ്റയാണ്. അതും 32 രജിസ്ട്രേഷന്, ഫ്ലൂയിഡിക് ആണ്. നല്ല പെർഫോമൻസും നല്ല മൈലേജും, അതും ചെറിയ പൈസക്ക്. ഇതിന് 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് ഡീസൽ വണ്ടി അല്ലേ? ഫുൾ ലോഡ് വണ്ടി. അത് നമുക്ക് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതാവണം അടിപൊളി ഫെസിലിറ്റീസ് കാര്യങ്ങൾ. 2011 നമുക്ക് സാധാരണ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ABS-ഉം കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന വണ്ടിയാണ്. 2 എയർ ബാഗ് ഉണ്ട്, 2 എയർ ബാഗ്, 2 രൂപ ലോൺ കിട്ടും. 3 റുപ്യ നമുക്ക് ഫൈനല് 18-20 മൈലേജും കിട്ടും. നമുക്ക് ലോൺ എത്ര ചെയ്യാൻ പറ്റും? 2 വരെ കിട്ടും. 2 ഇൻഷുറൻസ് പുതിയത് ഇന്നലെ 2 IDB എടുത്തോണം. അപ്പൊ നമ്മൾ നല്ല ട്രാക്കിന് ഒരു 10-50 റുപ്യ ഉണ്ടെങ്കിൽ നല്ല ഡീസൽ വണ്ടി, അതായത് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, കൈയും കാലും നീട്ടിയിരുന്ന നല്ല യാത്ര സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. വീണ്ടും നമ്മളൊരു രാജാവ് ഇവിടെ കിടക്കുന്നുണ്ട്, അംബാസഡർ. വീണ്ടും ഒരു വൈറ്റിൽ, ഇനി വൈറ്റ് വേണ്ടവർക്ക് ഇല്ല എന്ന് പറയരുത്. ഇത് എങ്ങനെയായിരുന്നു ബഷീർക്ക? ഇത് 2005 മോഡല്. ഇത് 90,000 റുപ്യ. 90,000 റുപ്യ അല്ല? നമുക്ക് ഓഫ് റേറ്റ് ആണ്. പേപ്പറൊക്കെ 27 വരെ പേപ്പർ ഉണ്ട്. ഇത് നമ്മൾ ആ സ്റ്റോക്ക് കണ്ടീഷൻ ആണ് അല്ലെ? കമ്പനി എങ്ങനെ വന്നു ആ ഒരു മോഡൽ മോഡലുള്ളതാണ്. 15 വർഷമായിട്ട് ഒരാൾ ഉപയോഗിക്കണ വണ്ടി, ഒറ്റ ആൾക്കെന്ന് വാങ്ങിയ വണ്ടി. അത് നമുക്ക് ഇതാവണം 90,000 റുപ്യ ഓണറായിട്ടുള്ളൂ. ഇപ്പോൾ 10-15 കൊല്ലമായിട്ട് ഒരാൾ തന്നെ യൂസ് ചെയ്യുന്ന വണ്ടിയില്ല. യെസ്. അത് നമുക്ക് ഇത് സ്ലൈഡ് എഞ്ചിനാണ് വരുന്നത്. സ്ലൈഡ് എഞ്ചിനാണ് വരുന്നത്. അടുത്ത വീണ്ടും നമ്മൾ സ്വിഫ്റ്റുകളെ നമ്മളൊരു ബ്ലാക്ക് ആദ്യം പരിചയപ്പെട്ടിരുന്നു. ഇനി സ്വിഫ്റ്റിന്റെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് ഡീസൽ അല്ല ബഷീർക്ക വരുന്നത്? ഡീസൽ 2007 റിന്യൂവൽ കഴിഞ്ഞത്. ഓക്കെ. അപ്പൊ 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മള് സ്പെഷ്യൽ ഓഫറിൽ ഈ 3 വണ്ടിയും നമ്മൾ 1.55 ചോദിക്കണത്. 3 വണ്ടിക്ക് 1.55. ഓക്കെ. അപ്പൊ അതാണ് 3 വണ്ടികളുണ്ട്. സ്പെഷ്യൽ ഓഫറാണ്. എല്ലാം 2007. എല്ലാം 2007 വണ്ടി. അപ്പൊ 3 കളറില്. അതാണ് റെഡില് അല്ലേ? റെഡില് 2007 തന്നെയാണ്. ഇത് നമുക്ക് ഏത് വണ്ടി എടുത്താലും 1.55. ഏത് വണ്ടി എടുത്താലും 1.55. 3 വണ്ടികൾ നമുക്ക് ഒരേ റേറ്റിന് അല്ലേ? രണ്ടെണ്ണം റെഡിലാണ് വരുന്നത്, ഒന്ന് അതേപോലെ നമുക്ക് വൈറ്റില്. 3 വണ്ടി നമുക്ക് ഡീസൽ അല്ല വരുന്നത്? ഡീസൽ വണ്ടി. 5 കൊല്ലത്തെ പേപ്പർ എല്ലാം വന്നിട്ടുണ്ട്. അടുത്ത ഒരു ഓൾട്ടോ വരുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെയായിരുന്നു ബഷീർ? 2010-11 രജിസ്ട്രേഷൻ. ഓക്കെ. LXI 1.20. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. അതേപോലെ സെൻ ടൈപ്പ് മിറർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ മ്യൂസിക് വണ്ടി എല്ലാവരും ചോദിച്ചു പറഞ്ഞ വണ്ടിയാണ് ഓൾട്ടോ. ഓക്കെ. നല്ല അത്യാവശ്യം മൈലേജും കിട്ടും, കുറഞ്ഞ മെയിൻ്റെനൻസ് വണ്ടി അല്ലേ? അടുത്താണ് ഇയോൺ. ഇതെങ്ങനെയായിരുന്നു ബഷീർ? 13-14 ഡിലൈറ്റ് ബസ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് അല്ലേ മാത്രം? ഓക്കെ. ഇത് 1.5 രൂപ. ഒരു 17-18 മൈലേജ് കിട്ടും. വേണ്ടവർക്ക് 1.25 വരെ കിട്ടും. 1.25. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി കാർ ഇല്ല. വീണ്ടും ഒരു സാൻഡ്രോ റെഡ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്. അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. അത് 90,000 രൂപക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. അപ്പൊ ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? വീണ്ടും നമുക്കൊരു കൊറോള ഓൾട്ടിസ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു? 2007 മോഡല്, റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാ. ഓക്കെ. 1.30 അല്ലേ? അത് പക്ഷെ അലോയ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ടയോട്ടന്റെ വണ്ടിയാണ്, നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇന്ത്യയിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ് വരുന്നത്. നമ്മൾ ചോദിക്കുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ച് അല്ലേ? അടുത്ത ഒരു നമുക്ക് ലിനിയ ചെയ്ത വണ്ടിയാണ്. ഫിയറ്റിന്റെ ലിനിയാണ്. 2009 മോഡല്, സൺറൂഫ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്ക് സ്പെഷ്യൽ ഓഫർ 1.30. കിഡില അലോയ് ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് നല്ലൊരു എമൗണ്ട് നമ്മൾ ഇതിന് ഇറക്കിയൊരു വാനാണ്. ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ നല്ല മൈലേജ് കിട്ടും, അതേപോലെ നല്ല പെർഫോമൻസും. വീണ്ടും നമുക്കൊരു അംബാസഡർ, മൂന്നാമതൊരു അംബാസഡർ അല്ല ബഷീർക്ക്? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2002 മോഡല്. ഇതിന് നമുക്ക്
90,000 രൂപ ഇതിനും ചോദിക്കുന്നത്. ഇതിനും 90,000. ഇതൊരു പ്രായമുള്ള ഒരാള് ഒരു 10-12 കൊല്ലമായിട്ട് യൂസ് 10 കൊല്ലമായിട്ട് കൊണ്ടുവരണം. ഇതും ആ സ്റ്റോക്ക് കണ്ടീഷൻ ആണ് വരുന്നത് അല്ലേ? എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കയാണ്. നമുക്ക് നിലവിലൊന്നും ചെയ്യിക്കാനൊന്നും സ്ലൈഡ് എഞ്ചിൻ തന്നെ അതേപോലെ 90,000 ഇതും കൊടുക്കാം. അത് 90,000 സ്ലൈഡ് എഞ്ചിൻ തന്നെ വരുന്നത്. അടുത്ത ഹുണ്ടായി ആക്സെന്റ് അല്ലേ? ഡീസലാണ്, റിന്യൂവൽ കഴിഞ്ഞതാണ്. ഇതിന് നമ്മളിവിടെ 90 രൂപയാണ് ചോദിക്കണത്. ഒരാൾ വന്നിട്ട് കച്ചവടത്തിന് ഇരിക്കുമ്പോൾ 80 രൂപ കൊടുക്കാം. 80 രൂപയ്ക്ക് 10 രൂപ നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കാം. ഡീസലാണ്. ഒരു 18 വരെയൊക്കെ മൈലേജ് കിട്ടും. സിആർഡി എഞ്ചിൻ അല്ലേ വരുന്നത്? സിആർഡി ആണ്. റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാ. റിന്യൂവൽ കഴിഞ്ഞിട്ടുണ്ട്. 5 കൊല്ലത്തെ പേപ്പർ ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടി. അടുത്തത് ZNSറ്റിലോ 2007 മോഡൽ. 2007 മോഡൽ. LXi ആണ്. LXi ആണ്. റിന്യൂവലൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഇത് 80 രൂപ അല്ലേ? അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടും. നമുക്ക് വാഗ്നറിന്റെ ഒരു K സീരീസ് എഞ്ചിനൊക്കെ വരുന്നതാണ്. നല്ല പെർഫോമൻസും നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി കാർ. പിന്നെ യാത്രക്കും നല്ല സൗകര്യമാണ് വണ്ടി അല്ലേ? നമ്മൾ ചോദിക്കുന്ന ബഷീർക്ക് 90 രൂപ. 90 രൂപ 10 രൂപ കുറച്ചിട്ട് എംപിന് കൊടുക്കാം. അടുത്ത നാനോ 14 ഫുൾ ഓപ്ഷൻ. 14 അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി സിംഗിൾ ഓണർ. പിന്നെ ഫുള്ള് ന്യൂ ടൈപ്പ് ആക്കിയതാ. ഫുള്ള് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് 29,000 ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടോ ഓടി. നമ്മളൊരു ഉറുപ്പിയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചില്ലറ ഒരു 5,000 രൂപ വീണ്ടും കുറച്ചിട്ട് ഫൈനൽ നമുക്ക് 95 കൊടുക്കാം. 95 അല്ലേ? നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല മൈലേജ് നോക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്താണ് ഒരു കിടിലൻ വാഹനം. നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫാമിലി കാർ 800 അല്ലേ? ഇത് ഏതായിരുന്നു മോഡല്? MPFI ആണ് വരല്. AC ഇല്ല. ഇത് 1,00,000 റുപ്യ കൊടുക്കാം. 1,00,000 റുപ്യ. ആകെ 65,000 ഓടിയിട്ടുള്ളൂ. 65,000 ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് ആ ഒരു ലാസ്റ്റ് 800 ലാസ്റ്റ് കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടി അല്ലേ? 13 മോഡല്. 13. ഈ 13ലാണ് 800 ഈ ഒരു മോഡൽ നിൽക്കുന്നത്. പിന്നെ 800 ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ലേറ്റസ്റ്റ് മോഡലാണ്. അതും നമുക്ക് MPFIയിൽ നല്ല അതും ചെറിയ കിലോമീറ്റർ ഓടിയൊരു വണ്ടി. 65,000 കിലോമീറ്റർ. ലാസ്റ്റ് 1,00,000 റുപ്യ. ബീറ്റ് മൈലേജ് ഡീസലല്ല വണ്ടി വരുന്നത്. ഏകദേശം 25 വരെ കമ്പനി മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. 12 മോഡലാ. ഓക്കെ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 4 ആളായിട്ടും 3 ആളായിക്കണം. 3 ആള് ഇല്ലേ? മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇല്ലേ? മൈലേജ് ഉണ്ടാവും. ഓക്കെ. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ ഇല്ലേ? ഓക്കെ. നമുക്ക് ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ് ബഷീർക്കാ? 1 ഉറുപ്പ്യ ചോദിക്കണ്ട്. നിലവിൽ 10,000 റുപ്യ വീണ്ടും കുറച്ചിട്ട് 90 കൊടുക്കാം. 90 റുപ്യക്ക് അല്ലേ? കുറെ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണല്ലോ ബഷീർക്കാത്. നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടും അതേപോലെ ഫാമിലി പർപ്പസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് മാരുതി ഒമ്നി. K8 തൃശ്ശൂർ രജിസ്ട്രേഷന്. 4 ടയറൊക്കെ പുതിയ 4 ടയറും നമുക്ക് പക്ക പുതിയ ടയർ കാര്യങ്ങളെല്ലാം. നല്ല ബോഡി. സെക്കൻഡ് ഓണർ വണ്ടിയാ. ഓക്കെ. ഇതിലൊക്കെ നോക്കി നിങ്ങൾ നല്ല കിടുവാണ് വണ്ടി. എങ്ങനെയായിരുന്നു ബഷീർക്ക് അതിന് മോഡല് കാര്യങ്ങളൊക്കെ? 2098 മോഡല്. 50 രൂപ കൊടുക്കാം. 50 രൂപ അല്ലേ? പക്ഷെ വണ്ടി കണ്ട 98 ആണെന്നൊന്നും പറയില്ല. പക്ഷെ പുതിയ വണ്ടിയാണ്. ബോഡിയൊക്കെ നല്ല 15ന്റെ കണ്ടീഷൻ ഉണ്ട്. നല്ല മെക്കാനിക്കലും ബോഡിയൊക്കെ നല്ല ബോഡിയാണ്. 90 രൂപ അല്ലേ ലാസ്റ്റ്? അടുത്ത 50 രൂപ. 50 രൂപ അല്ലേ? 50,000 രൂപ ചെറിയ പൈസക്ക് അല്ലേ? അടുത്ത തവണ നമുക്ക് ഗെറ്റ്സ് അല്ലേ? 2006 പെട്രോളാണ്. AC പോർഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് ചെറിയൊരു വിലക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാം. നമ്മൾ 70 ചോദിക്കുന്നത്. ആളുകൾ വരികയാണെങ്കിൽ ചെറുതായിട്ട് ഒന്നുകൂടി അഡ്ജസ്റ്റ് 65 കൊടുക്കാം. 65 റുപ്യക്ക് നല്ല ഗഡ്സ്. 2006 സാൻഡ്രോന്റെ പൈസക്ക്. അതിനേക്കാളും കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. കപ്പാസിറ്റി ഉണ്ട്. എഞ്ചിനും അതേപോലെ തന്നെ നല്ല പെർഫോമൻസും അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ? MPFI ആണ്. അടുത്ത വീണ്ടും നല്ലൊരു കിടുകാച്ചി 800 അല്ലേ? AC ഉള്ള വണ്ടിയാണ്. KL18 വാടക രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു ബഷീർക്ക് അതിന്റെ ഡീറ്റെയിൽസ്? 2005 മോഡല്. AC വർക്കിംഗ്. ഫൈനൽ പ്രൈസ് പിന്നെ കുറയ്ക്കൂല. 55 രൂപ. 55 രൂപ. AC ഉള്ള വണ്ടിയാണ്. MPFI ആണ്. ഫൈനൽ റേറ്റ് 55. ഇനി അതിൽ ബാർഗൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ലാസ്റ്റ് പ്രൈസ് ആണ് 55 രൂപ. 97 5 കൊല്ലം പേപ്പർ എടുത്ത വണ്ടി. ഓക്കെ. ഇതെങ്ങനെയായിരുന്നു? 50 രൂപ. 50 രൂപ അല്ലേ? പുതിയ ഇൻഷൂറ്, ടാക്സ്, റിന്യൂവല് എല്ലാം കഴിഞ്ഞ വണ്ടി. എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് 50 രൂപ. 50 രൂപ. 2028 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട് അല്ലേ? വീണ്ടും ഒരു കിഡ്ലൻ 7 സീറ്റർ സൈലോ അല്ലേ? സ്റ്റൈലോ. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക്? ഡീസൽ 2009 മോഡല്. ഈ വർഷം ലാസ്റ്റിൽ റിന്യൂവൽ തീരും. പുതിയ പേപ്പർ 30 കൊടുക്കാം. 130 നമ്മൾ 1.5 1.60 ചോദിച്ചിരുന്നത്. ഇപ്പൊ വീണ്ടും 20,000 രൂപ കുറച്ചിട്ട് 1.5 20 രൂപ കുറച്ചിട്ട് 1.30 കിട്ടിയാൽ കൊടുക്കാം. 1.30 ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി. സൈലോ ഫുൾ ലോഡ് വണ്ടി. ഓപ്ഷൻ. ബാക്കിൽ വൈഫറൊക്കെ ഉള്ള വണ്ടി.
അടുത്താണ് ഓൾട്ടോ വീണ്ടും 2008 5 കൊല്ലം പേപ്പർ എടുത്ത വണ്ടി. ഓക്കെ, ഇത് പിന്നെ 85 റുപ്യ. 85 റുപ്യ. ചെറിയ പൈസക്ക് ഒരു ഓൾട്ടോ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. വെറും 85 രൂപക്ക് ഒരു ഓൾട്ടോ അല്ല. അടുത്ത വീണ്ടും ഒരു കിടക്കാച്ചി 800 കളറൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെക്കന്മാരൊക്കെ വന്നിട്ട് ചെയ്യാനാണ്. സ്ക്വയർ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മോഡൽ ഏതായിരുന്നു ഇത്? 97 മോഡല്. 98 നമ്പറും അല്ലേ? ആ നമ്പർ 1998. ഓക്കെ, ഇതിപ്പോ ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് പുതിയ പേപ്പറൊക്കെ എടുത്താൽ 40 റുപ്യ കൊടുക്കാം. 40 റുപ്യക്ക് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ബിസ്മിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി ബഷീർക്ക് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ? പരപ്പനങ്ങാടി താനൂരിന്റെ അടിയില് മലപ്പുറം ജില്ലയില് ഓലപ്പീടിക. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറിയ പൈസക്ക് നല്ല ഫാമിലി കാർ വേണമെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നോളി. അപ്പോൾ അത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിക്കും തിരൂരിൻ്റെ ഇടയിൽ ഓലപ്പീടികയിലാണ്. നമ്മുടെ തീരദേശ ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ബഷീർ ഖാനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ബഷീർ ഖാൻ ആ നമ്പർ സേവ് ചെയ്താൽ നമ്മൾ കാറ്റലോഗ് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. ഒരു മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയച്ചാൽ നമ്മളെ കാറ്റലോഗ് ലിങ്ക് പോകും, ലൊക്കേഷൻ അടക്കം പോകും. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി. അതിലെല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഇതിൽ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ കാണും. സോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ബഷീർ ഖാൻ സൈനിങ് ഓഫ്.